ഫൈസി എന്ന് പറയുന്ന ഉസ്താദ് ഈ കഴിഞ്ഞ ദിവസം ശിവപാർവതിയെപ്പറ്റി പറഞ്ഞ പരാമർശം എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ശിവപാർവതിയെപ്പറ്റി ഇപ്പോൾ പറഞ്ഞെങ്കിൽ മുമ്പ് പാണക്കാട് തങ്ങൾ കുടുംബത്തെ പറ്റിയും ഇയാൾ പലതും മോശമായ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പലരും ശിവലിംഗവും പാർവതിയുടെ അതും ഒക്കെ ഉണ്ടെന്നും ഇല്ലാത്ത വിഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കയ്യേറാൻ ശ്രമിക്കുന്നു എന്നതിനാണ് ഇത്രയും മ്ലേച്ഛമായ രീതിയിലുള്ള വാക്കുകൾ ഈ ഉസ്താദ് ശിവപാർവതിയെപ്പറ്റി പറഞ്ഞത്. ആരുടെ മതഗ്രന്ഥത്തെപ്പറ്റി പറയാൻ ആർക്കും ഒരവകാശമില്ല. എല്ലാ മതസ്ഥരും അവരവരുടെ മതഗ്രന്ഥം ഖുറാനായാലും രാമായണമായാലും ബൈബിളായാലും എല്ലാം ആ ഒരു വിശ്വാസം അനുസരിച്ച് അവരത് വായിക്കുകയും അതുപോലെ ജീവിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരു കൂട്ടരെ പറ്റിയിട്ട് പറയുന്നത് അത് വർഗീയതയും അല്ലെങ്കിൽ മതത്തെ ഇളക്കി വിടാനും കൂടിയിട്ടുള്ള ഒരു വാക്കുകളായിട്ടല്ലേ ഇങ്ങനെയുള്ളവർ ഓരോന്ന് പറയുന്നത്. അങ്ങനെയുള്ളത് കേൾക്കുമ്പോൾ ആ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് അതൊരു വല്ലാത്ത സങ്കടമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ ഉമർ ഫൈസി പറഞ്ഞതിനെതിരെ അത് പറഞ്ഞത് തെറ്റാണെന്നുള്ള രീതിയിൽ മറ്റൊരു ഉസ്താദ്, നല്ലൊരു മനുഷ്യൻ, അബ്ദുൽ സമദ് പൂക്കോട്ടൂർ എന്ന് പറയുന്ന ഒരാൾ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ശിവപാർവതി എന്ന് പറഞ്ഞാൽ പാർവതി ദേവി ആദിപരാശക്തിയാണ്. അങ്ങനെ കൂടി പറഞ്ഞിട്ട് ഇനി ഇത് ഇങ്ങനെ പറഞ്ഞതിൽ നിങ്ങളതൊരു പ്രതികാരം പോലെ അങ്ങോട്ട് പറയാനോ ഒന്നും ചെയ്യാൻ നിൽക്കരുത് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതിലും ഇതുപോലെ പറയാൻ വേണ്ടി പറയുന്ന ആൾക്കാരുണ്ടാവാം, എന്നാൽ മനസ്സിലാക്കി എല്ലാ മതത്തിലുള്ള കാര്യങ്ങളും വിശ്വാസങ്ങളും മനസ്സിലാക്കിയിട്ടും പറയുന്ന ആൾക്കാരുണ്ട്. ഈ കഴിഞ്ഞ ദിവസം മൈത്രേയൻ എന്ന് പറയുന്ന ഒരാൾ ഖുറാനിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായി. ഖുറാനിൽ ഒരു വരിയെങ്കിലും മനുഷ്യർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നൊരു വാക്ക് അയാൾ പറഞ്ഞിട്ടുണ്ടായി. ഖുറാനെ പറ്റി അയാൾക്ക് അറിയുമെങ്കിൽ, അതിലുള്ള ഓരോ കാര്യങ്ങളും അറിയുമെങ്കിൽ അങ്ങനെയൊരു പൊട്ട വാക്ക് അയാൾ പറയുമോ? അപ്പോൾ ഒന്നും അറിയില്ലെങ്കിലും എന്തിനെ പറ്റിയെങ്കിലും അല്ലെ ഏതെങ്കിലും മതത്തെ അവഹേളിക്കണം എന്നുണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവഹേളിക്കാൻ വേണ്ടി ഓരോരുത്തർ ഇറങ്ങുന്നതാണ്. ഞാനിപ്പോൾ ഈ ഉമർ ഫൈസിയെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അയാൾ പറഞ്ഞതിനെപ്പറ്റി പറയാനോ അതിനൊന്നും അല്ലാതെ തന്നെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഒരു വാക്ക് പറയാനുള്ളത്, ഈ ശിവലിംഗം എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി അറിയാത്ത പലരും എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഉമർ ഫൈസി എന്ന് പറയുന്ന അയാളും വളരെ മോശമായ രീതിയിലാണ് ശിവലിംഗത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഈ ശിവലിംഗം എന്ന് പറയുന്നത് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് പുരുഷലിംഗം എന്നുള്ള രീതിയിൽ പലരും ഇതിനെ ചിത്രീകരിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഹിന്ദു മതത്തിൽ പരമേശ്വരനായ ശിവനെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതീകമാണ് ശിവലിംഗം. അത് സംസ്കൃതത്തിൽ ലിംഗം എന്നാൽ അടയാളം അല്ലെങ്കിൽ ഒരു ചിഹ്നം എന്നാണ് അർത്ഥം. അല്ലാതെ പുരുഷലിംഗമോ അല്ല അതിന് വേറൊരു രീതിയിലുള്ള ഒരു അർത്ഥമോ അല്ല. ഇതെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പുരുഷലിംഗത്തെ ശിവൻ്റെ ലിംഗത്തെയല്ലേ ആരാധിക്കുന്നത് എന്ന്. അതല്ല, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അറിവുള്ള ആരോടെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾക്കത് തപ്പിയെടുത്ത് അത് മനസ്സിലാവും. അതൊരു ചിഹ്നം അല്ലെങ്കിൽ ഒരു അടയാളം, ശിവൻ്റെ ഒരു അടയാളം എന്നുള്ള രീതിയിലാണ് അതിനർത്ഥം. അല്ലാതെ ഈ മറ്റുള്ള രീതിയിലുള്ള അർത്ഥം അതിനില്ല. അത് മനസ്സിലാക്കണം. അതെപ്പോഴെങ്കിലും ഇത് അറിയാത്തവരോട് പറഞ്ഞു കൊടുക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ട്, ഇതുപോലെ അവഹേളിക്കുന്നവരോട്. പിന്നെ ഏകദൈവം, ബഹുദൈവ ആരാധന ഇതൊക്കെ പറയുന്ന ഓരോ മതത്തിലുള്ളതാണ്. അപ്പം ഈ മുസ്ലിം മതത്തിൽ തന്നെ ഖുറാനിലായാലും എല്ലാം പറയുന്നത്, അല്ലെ അറിവുള്ളവർ പറയുന്നത്, എല്ലാവരും ആ മതത്തിൽപ്പെട്ട ആൾക്കാർ ആ മതത്തിനെ വിശ്വസിച്ചോട്ടെ. നമ്മൾ ഒരു മതത്തിനെയും ആക്ഷേപിക്കാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾക്ക് അവരെ വന്ദിക്കാൻ കഴിയില്ലെങ്കിൽ നിന്ദിക്കണ്ട എന്നൊരു കാര്യമുണ്ടല്ലോ, അങ്ങനെ ചെയ്താൽ പോരെ. ഈ ഓരോരുത്തർ വന്നിട്ട് ഈ പറഞ്ഞതുപോലെ മറ്റേ ബൈജു അവരൊക്കെ പറയുന്നത് പോലെ എന്തിനാണ് ഓരോ മതത്തിൽ പിടിച്ച് കയറുന്നത്? അല്ലേ, ശരിയല്ലേ? അപ്പോൾ എന്തായാലും ഈ ഉമർ ഫൈസി പറഞ്ഞത് വളരെ മോശമായൊരു വാക്കാണ് ശിവപാർവതിയെപ്പറ്റി പറഞ്ഞത്. അത് വിശ്വസിക്കുന്ന എല്ലാ ഭക്തർക്കും എല്ലാ വിശ്വാസികൾക്കും ആ വാക്ക് വളരെ മോശമായി നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ എല്ലാവരോടും അതൊരു ക്ഷമാപണം പോലെ അങ്ങനെ പറഞ്ഞതിനെ പറ്റിയിട്ടും എടുത്തു പറയുന്നുണ്ട്.